ഞാനൊരു ഉച്ച നേരത്ത് അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടിടാൻ വേണ്ടി പോയ സമയത്താണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് അതിനൊന്ന് ശ്രമിക്കാൻ വേണ്ടി ബാക്കിലോട്ട് കുറേ പ്രാവശ്യം ഇതിൻ്റെ പുറകോട്ട് പോകുന്നു. ഞാൻ ഈ കുളത്തിൻ്റെ മുകളിൽ നിന്ന് കാൽ സ്ലിപ്പ് ചെയ്ത് താഴെ വന്ന് വീണത് നേരെ ഒരു കല്ലിലേക്ക് കണ്ടിച്ച് തല. അന്നുണ്ടായൊരു മാർക്കാണ്. പക്ഷേ ചേട്ടാ സാധാരണ മൂർഖമാവന്റെ കഴിവ് ഞങ്ങളൊക്കെ തിരിഞ്ഞു കൊടുക്കുകയായിരുന്നു. ചേട്ടാ എന്നെ പിടിക്കാൻ പോയോ? മൂർഖമാവനെ കൺവിൻസ് ചെയ്ത് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ OBSന്റെ സ്ക്രീൻ എന്ന് പറയും. അതായത് നമ്മളെ ഈ സ്ട്രീം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഇതിലിടും. അപ്പോൾ നമുക്ക് സ്ട്രീമിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ചാറ്റ്, സൂപ്പർ ചാറ്റ്, അത് ഇത് ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാം ഈ മോണിറ്ററിലേക്ക് ആക്കും. അപ്പം ഡൊണേഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ എന്താ ചെയ്യല്? അതെന്ത് ചെയ്യും? പുട്ടടിക്കും. അപ്പൊ ഇതാണ് തൊപ്പിയുടെ റൂം. തൊപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്തായി റൂമിലിരുന്ന്? ഈ റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ? ഞാൻ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ. ഇതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് ചിന്തിക്കലില്ല അധികം. ഒന്നും ചിന്തിക്കാറില്ല. വേണേ നമുക്ക് കുറച്ച് സമയത്ത് ചിന്തിക്കാം. വേണ്ടേ? ചിന്തിച്ചു നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. നിങ്ങളല്ലേ മമ്മു കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഓള വീടാണോ നീ കടത്തുക? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കപ്പോ? ബ്രോ, ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ മടിയാണ്. ഞാൻ എന്ത് ചെയ്യും? മോട്ടിവേഷൻ കൊടുക്കും. നീ ഓൾഡ് ഐഡി എനിക്ക് അയച്ചു തരിക. പറയാൻ മടിയാണെന്ന്. കല്യാണി റൊമാൻസ് ചെയ്യുന്നു, കോമഡി ചെയ്യുന്നു, ആക്ഷൻ ചെയ്യുന്നു, എല്ലാ ജോണേഴ്സും കല്യാണി പിടിക്കുന്നില്ലേ? കല്യാണിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോണർ ഏതായിരുന്നു? വീട്ടിലിരിക്കും. കുതിരയ്ക്ക് പകരം നമ്മൾ വേറൊരു മൃഗമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് പറയാവോ ചേട്ടാ? വേറെ പടമായി മാറും. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. മസ്താനി. ഫ്ലാസ്കിലെ ഭയങ്കര ഗമ്മയുള്ള ആ ജഡ്ജിൽ നിന്ന് ഈ നമ്മുടെ ഓടും കുതിര ചാടും കുതിരയിൽ നിന്ന് ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾ തൊപ്പി വെച്ച ആളായിട്ടാണ് കാണുന്നത്. എന്തായിരുന്നു ചേട്ടനുണ്ടായ ഒരു വ്യത്യാസം? ഇതിനകത്ത് മിക്കവാറും ആൾക്കാർക്ക് ചെറിയൊരു പിരി കുറവുള്ള. അതെ, വീണക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ഇതിനു ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യേ കഷ്ടം. ഈ സെൻസിബിൾ അല്ലാത്ത കുട്ടിയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും? എന്റെ ഒരു ലെവൽ ഓഫ് ആങ്കർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സംസാരിക്കണ്ടേ? എന്തിനാ അവളുടെ വിലകളെ വേണ്ടി പറയുന്നത് മനസ്സിലാവുന്നില്ല. സാരികയുടെ വിലകളെ വേണ്ടി എന്നെ കൊണ്ടുവന്നേ മോശമായി സമയം കളഞ്ഞു. അതും ശാരിക പോലത്തെ ചെറിയ പയ്യന്മാരാണ്. കോളേജൊക്കെ കഴിഞ്ഞതല്ലേ? സ്കൂളിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഓക്കെ, ആര്യനെ കാണാനൊക്കെ നല്ല രസമാണ്, ഹാൻസം ആണ് എന്നൊക്കെയാണ് താങ്കളുടെ വിചാരം. താങ്കളുടെ റീൽസിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതെ അതെ. ക്യൂട്ട്നെസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല, വീടുവാണെങ്കിൽ വീഴട്ടെ. വീട്ടുകാരറിയാണ്ട് ചെയ്ത സാഹസികതകൾ ഒന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ എനിക്ക് അതിനെ കുറിച്ച്. അതിനെ ഞാനൊരു അംബ്രല ടൈമിൽ പറയണം. വീട്ടുകാർ അറിഞ്ഞുകൂടാണ്ട് ഞാൻ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത സാഹസികതകൾ. അത് സാഹസികത എന്നാ പറയുന്നത്, പക്ഷെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഓക്കെ പിന്നെ മനസ്സിലായവർ കമന്റ് ചെയ്യും. ശാസ്ത്രം ഒരു കൈ തന്നാ നോക്കി ഭൂതം ഭാവി വർത്താനൊക്കെ പറയും. കൈ തന്നില്ലെങ്കിൽ മോഹൻ നോക്കി ഭൂതം ഭാവി വർത്താനം പറയും. മെഹറിനല്ല ശരിക്കും ഒരു സ്ട്രീമറാവാം. സ്ട്രീമറാകാൻ വേറെ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ കുറച്ച് സംസാരിക്കാൻ അറിയണം, അത്രേ ഉള്ളൂ. ആൾക്കാരെ നിർത്താണ്ട് ഇങ്ങനെ സംസാരിച്ച് പോകാൻ അറിയണം. അത് മെഹറിന് കഴിവുണ്ട്. ഓഫ് കോഴ്സ്. ഇല്ല, പൊക്കുന്നല്ല ഞാൻ പറയുന്നത് വെച്ചാ ഏത് പൊട്ടനും സ്ട്രീമർ ആകാന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
ഞങ്ങളുടെ പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയപ്പോല്ലേ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥി ദിൽഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടൻ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റൊക്കെ. പോയാ ഞാൻ ജയിക്കുമല്ലോ, പിന്നെ ഇവിടെ എടുത്തു വെച്ചാൽ ഞാൻ എടുത്തോണ്ടെങ്കിൽ പോരും. അല്ലല്ലോ അങ്ങനെയാണ് ചേട്ടന് ഇതിന് ചെറിയ രീതിയിലൊരു ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുതിരയ്ക്ക് വരെ ചേട്ടൻ ഏത് മൃഗത്തെ കൊണ്ടുവരുമായിരുന്നു? കുതിരയ്ക്ക് പകരം കുതിര തന്നെയുള്ളൂ. ഇത്രേ ഉള്ളൂ. അത് കുതിരയായിരുന്നോ പ്രണയമായിരുന്നോ? കുതിരയോടുള്ള പ്രണയമായിരുന്നോ സിനിമയിൽ മുഴച്ചു നിന്നത്? കുതിരയോടുള്ള പ്രണയമായിരുന്നോ സിനിമയിൽ മുഴച്ചു നിന്നത്? വാഴയിൽ നിന്ന് ഓടുകുതിര ചാടുകുതിരയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തോ? രണ്ട് വ്യത്യസ്ത ഡയറക്ടേഴ്സ്, രണ്ട് വ്യത്യസ്ത തീംസ്, എന്തെങ്കിലും വ്യത്യാസം തോന്നിയായിരുന്നു? നല്ല വ്യത്യാസമുണ്ട്. കാരണം അതിലെ കഥാപാത്രവും കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തു. മേക്കപ്പ് വേറെ. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് മിണ്ടാനേ ഇല്ല കേട്ടോ, കഞ്ഞി പിടിച്ച പോലെ ഇരിക്കില്ല. പക്ഷെ എല്ലാവരോടുള്ള ചോദ്യത്തിനുണ്ടല്ലോ ഇതില് വാഴയില്ല, വാഴയില് കുതിരയില്ല. ആണ്. ഫഹദ് എവിടെ? അൽത്താഫെ ഫഹദ് എവിടെ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എവിടെ? സംവിധായകന് ഉത്തരം നൽകും. എങ്ങനെയായിരുന്നു കല്യാണി ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു കോംബോ മനസ്സിലേക്ക് വന്നത്? ആരെങ്കിലും പറഞ്ഞാണോ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, അതോ സ്വന്തമായി തോന്നിയതായിരുന്നു? അവരെ കിട്ടിയുള്ളൂ. ഈ പറഞ്ഞത് ഈ ചോദ്യം കേൾക്കത്തുമില്ല, ഈ മനുഷ്യൻ ചോദ്യത്തിന് ആൻസറും ഇല്ല. ഒരു കാര്യം എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ, എന്നോടാ ചോദ്യങ്ങൾ, എന്നെ ഇന്റർവ്യൂ ഞാനിരിക്കാം. പുള്ളിയെ ഹോട്ട്സീറ്റിൽ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ വിഷയങ്ങളിലേക്ക് വരാമല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം തന്നെ എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാം. അത് വിധി പറഞ്ഞ ജഡ്ജിയെ കുറിച്ചോ ജഡ്ജ്മെന്റിനെ കുറിച്ചോ പോലും ആയിരുന്നില്ല. സംസാരിച്ചോട്ടെ. ഇന്നേ വരെ ഞാൻ ഉത്തരം വേണോ? ക്വസ്റ്റ്യൻ ചോദിച്ചു, സമയം തരൂ. ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു. അതുകൊണ്ട് ഞാൻ സമയം അങ്ങനെയാണോ നിങ്ങള്? So excited. Starting trouble. സുഖാണോ? സുഖം. ഷേക്കാൻ തരും. ചൂടായിട്ടിരിക്കുന്നു കൈയൊക്കെ. AC ഒന്ന് കൂട്ടിയിട്ട്. വിളിക്കാറുണ്ട്, പക്ഷെ പുള്ളി അറിയാൻ സിനിമ പരാജയപ്പെടാൻ കാരണം ഞാൻ നെഗറ്റീവ് കൊടുത്തോണ്ടാണ്. അങ്ങനെ പറഞ്ഞ അങ്ങനെ റിവ്യൂ ആണ് ബാഡ് ബോയ്സ് പൊളിയാൻ കാരണം. അത് കണ്ട ആൾക്കാർ പറഞ്ഞ ഓഫീസിൽ വന്നപ്പോൾ ഒരു മുഴുവൻ കാണുന്നത് 100 രൂപ എടുക്കാന്ന് പറയാം. ബുദ്ധിമുട്ടാൻ കണ്ടു. അത്രയ്ക്കും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൊമെന്റ് ഉണ്ട് ആ പടത്തിൽ. ബാഡ് ബോയ്സ് ബാഡ് ബോയ്സിൽ കുറെ നമ്മളെല്ലാരും കുറച്ച് നിലവാരമാണ് വിചാരിച്ചത്. നിലവാരമാണ് വിചാരിച്ചത്. സെറ്റാക്ക് പവർ